ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിനെ സച്ചിനെയാണ്. അങ്ങനെ നമ്മുടെ രേവതി പറയുക, വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. എത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്? ഇത് മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ. നമ്മുടെ വണ്ടി ഇന്ന് കിട്ടില്ലെന്ന് സച്ചേട്ടാ എനിക്ക് തോന്നുന്നത്. എന്റെ വിഷയം നിന്റെ വണ്ടി മാത്ര. പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല. ഇവർക്ക് 1008 ജോലികൾ കാണും. അത് നീ മനസ്സിലാക്ക്. നീ ഒന്ന് ക്ഷമിക്ക്. നമുക്ക് വണ്ടി വണ്ടി എന്ന് പറഞ്ഞാൽ മതി. അവർക്ക് അവരുടെ കാര്യങ്ങളുണ്ടല്ലോ, അവര് ചെയ്തു തരും. നമുക്ക് വണ്ടി തന്നു വിടും അവര്. നീ ഒന്ന് ക്ഷമിക്ക് രേവതി എന്ന് പറഞ്ഞ് രേവതിനെ ഇങ്ങനെ സമാധാനപ്പെടുത്താൻ കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ നീലിമ വക്കീലിനോട് ചോദിക്കുക, രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ സാർ. രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കാനഡ പോക്കൊക്കെ ക്യാൻസൽ ആക്കും. പിന്നെ നിങ്ങൾക്ക് ഈ നാട് വിട്ടു പോകാൻ പറ്റില്ല. സാർ, എന്ത് സാർ ഈ പറയുന്നത്? പിന്നെ അപ്പൊ ഞാൻ പണം കൊടുക്കണം എന്നാണോ പറയുന്നത്? എന്റെ ഭാഗത്തൊരു തെറ്റുമില്ല, ഞാൻ പണം കൊടുക്കില്ല. മേഡം അവരോട് പറയുന്ന പോലെ എന്നോട് പറയല്ലോ. നിങ്ങൾ കാണിച്ച തരികിടയൊക്കെ അറിയാത്തവനാണോ ഞാൻ? നിങ്ങളുടെ വക്കീലല്ലേ ഞാൻ? എനിക്കെല്ലാ തരികിടയും അറിയാം. അതുകൊണ്ടേ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. നിങ്ങളെ രക്ഷിക്കുവാനുള്ള ഇനിയുള്ള ഏക വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു നീലിമ മേഡം, വേറെ ഒന്നുമല്ല ഉള്ളത്. ആ 50 ലക്ഷം രൂപ അങ്ങോട്ടേക്ക് കൊടുക്കുക. അതുമാത്രമേ ഉള്ളൂ. വേറെ ഒരു വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ 50 ലക്ഷം രൂപ കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കാനഡയിലേക്ക് പോകാൻ പറ്റില്ല. ഓഹോ, ഇതെന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ എന്റെ വക്കീലാണോ അവരുടെ വക്കീലാണോ? എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാന്ന് കരുതിയാ ഞാൻ വന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നത് ഓരോന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അത് മറ്റുള്ളവർക്ക് കേട്ടോണ്ട് നിൽക്കാൻ പറ്റത്തില്ല. അവിടെ ബിസിനസ് നടത്തുകയാണ്, ഇവിടെ സ്ഥലം മേടിച്ചിട്ടുണ്ട്, രജിസ്ട്രേഷൻ നടത്തണം എന്ന് വേണ്ട. നിങ്ങളെ കുറിച്ച് പെണ്ണ് കാണാൻ വന്ന ചെറുക്കൻ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ? നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും നിങ്ങൾ അവരെ കബളിപ്പിച്ച് ക്യാഷ് കയ്യിലാക്കിയതാണെന്ന്. ശ്രുതി ഒരു മണ്ടന. അവനെ എളുപ്പത്തിൽ പറഞ്ഞ് പറ്റിക്കാനൊക്കെ കഴിയും. പക്ഷേ ഇപ്പം അവന്റെ കൂടെയുള്ള ആ പെണ്ണുണ്ടല്ലോ, അതിനെ അങ്ങനെ പറ്റിക്കാൻ നമുക്ക് പറ്റില്ല. അവള് സൂത്രശാലി തന്നെയാ. ആ പെണ്ണ് ഭയങ്കര ബുദ്ധിശാലിയാ. അതുകൊണ്ട് നമ്മുടെ കളികളൊന്നും നടക്കില്ല. അത് ഞാനും ആലോചിച്ചു. അല്ല, ഈ ലൂസിനെ എങ്ങനെ ഇതുപോലെയുള്ള ഒരു ബുദ്ധിശാലിയായ പെണ്ണിനെ കിട്ടി? അതെന്തോ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പൊ 50 ലക്ഷം രൂപ കൊടുക്കുക. അല്ല പോട്ടെ, പകുതി പണം ഇപ്പൊ കൊടുത്തിട്ട് പിന്നെ ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. അങ്ങനെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇനിയിപ്പോ അത് സമ്മതിക്കുമെന്ന് അറിയില്ല. ചിലപ്പോ ആദ്യമാണെങ്കിൽ അത് സമ്മതിച്ചേനെ. ഇനിയിപ്പം ചിലപ്പോൾ മിക്കവാറും മുഴുവൻ പണം കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ നീലിമ ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് പിറക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും നീലിമ ചോദിച്ചു, അല്ല 50 ലക്ഷവും ഞാൻ തിരികെ കൊടുക്കണം എന്നാണോ വക്കീല് പറയുന്നത്? ഓഹോ, നിങ്ങളുടെ ഭാവം കണ്ടാൽ തോന്നൂല്ലോ നിങ്ങളുടെ അച്ഛന്റെ പണം എടുത്തു കൊടുത്തതെന്ന്. ഇതിപ്പോ അവന്റെ കയ്യിൽ നിന്ന് അടിച്ചു മേടിച്ച മാറ്റിയ പണമല്ലേ. അവന്റെ കയ്യിൽ നിന്ന് അത് അടിച്ചു മാറ്റിയിട്ട് ബിസിനസ് നടത്തി ഇത്രയൊക്കെ ആയില്ലേ. അപ്പൊ പിന്നെ അത് തിരിച്ചു കൊടുത്താൽ എന്താ പ്രശ്നം? പിന്നെ കേസ് ഫയൽ ചെയ്ത പാസ്പോർട്ട് ലോക്കാകും. പിന്നെ കാനഡയിലേക്ക് പോകാൻ കഴിയില്ല. കോടതി ഉറപ്പായി ക്യാഷ് കൊടുക്കാൻ വേണ്ടി വിധിക്കും. ക്യാഷ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ജയിലിലും പോകേണ്ടി വരും. അപ്പൊ പിന്നെ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ ഈ ക്യാഷ് കൊടുക്കുന്നതല്ലേ നല്ലത്. എപ്പോഴാണെങ്കിലും ക്യാഷ് കൊടുക്കണം. അപ്പൊ പിന്നെ പ്രശ്നമൊന്നും ഇല്ലാതെ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ നോക്കിക്കേ, നിങ്ങൾക്ക് കാനഡയിൽ പോകാനും പറ്റും. എങ്കിൽ പിന്നെ ശരി വക്കീലേ, ഞാൻ ക്യാഷ് കൊടുക്കാൻ തയ്യാറാ. ക്യാഷ് കൊടുക്കാം. എനിക്ക് കാനഡയിൽ പോകണം. എന്റെ ബിസിനസ്സും കാര്യങ്ങളും എനിക്ക് നോക്കണം. അല്ലാതെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ വക്കീലിനോട് നീലിമ പറയാം. അങ്ങനെ നമ്മുടെ നീലിമ ലാസ്റ്റ് സമ്മതിക്കാണ് പൈസ കൊടുക്കാൻ വേണ്ടി. ഈ സമയം പിന്നെയും കാണിക്കും നമ്മുടെ സച്ചിന് രേവതിനാണ്. രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുവരെ നമ്മുടെ സച്ചിക്കും രേവതിക്കും കയ്യില് വണ്ടി കിട്ടിയിട്ടില്ല. അപ്പൊ രേവതി പറഞ്ഞ്, സച്ചേട്ടാ അവര് നമ്മളുടെ വണ്ടിയിൽ നിന്ന് തരാതിരിക്കുവോ? പിന്നെ നമ്മുടെ വണ്ടി തരാതിരിക്കുന്നൊന്നുമില്ല. നമുക്ക് തരാതെ അവരെന്ത് ചെയ്യാനാ? അല്ലെ, എത്ര സമയമായിട്ട് സച്ചിട്ട വെയിറ്റ് ചെയ്യുന്നത്? തെറ്റ് നമ്മുടെ ഭാഗത്തായി പോയില്ലേ. അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും നീ ചെയ്യാൻ പാടില്ല. ഇത് നിന്റെ ഓർമ്മയിൽ കിടക്കണം. അത് പിന്നെ സച്ചേട്ടാ പൂവൊക്കെ വാടിപ്പോകും. ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പേരും പോകും. അതിപ്പോ ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ നീ ആ വണ്ടി അവിടെ കൊണ്ടുവെക്കുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. അല്ല, നീ ഒരു കടയിൽ പോയി കാവല് നിൽക്കുകയായിരുന്നല്ലോ, അതാ പ്രശ്നം. അത് പിന്നെ സച്ചേട്ട എല്ലാം എന്റെ സമയദോഷം കാരണമാ. തുടങ്ങി അവക്ക് തുടങ്ങി. അത് പിന്നെ സച്ചേട്ട സൈക്കിളിൽ കൊണ്ടുപോയി പൂ വിൽക്കുന്ന സമയത്ത് ഞാൻ എവിടെയൊക്കെ വെക്കാറുണ്ട്.
അതൊന്നും ഒരു പോലീസും എടുത്തോണ്ട് പോകാറില്ല. സൈക്കിൾ പോലെയാണോ എന്റെ രേവതി സ്കൂട്ടർ? രണ്ടും ഒരുപോലെയാണോ? ഒരിക്കലും അല്ല. അല്ല, രണ്ടിനും രണ്ട് ചക്രമല്ലേ പിന്നെ ഉള്ളത്. ആ, ദേ എന്റെ പൊന്ന് രേവതി, നീ ഇതുപോലെ പൊട്ടത്തരം വിളിച്ച് പറയാതിരിക്കുക. ഓ, ദേ ഓരോന്നങ്ങ് പറഞ്ഞോളും. ദേ, തലയില് കളിമണ്ണുള്ളവരെ പോലെ നീ ഇപ്പൊ സംസാരിക്കുന്നത്. നിന്റെ തലയിൽ കളിമണ്ണാണോ? അത് പിന്നെ സച്ചിട്ട് കുറെ സമയമായില്ലേ, നമുക്ക് ആ ഐയോട് ഒന്ന് സംസാരിച്ചാലോ? ഉം അത് ശരിയാ. ഞാൻ അദ്ദേഹത്തെ കണ്ടൊന്ന് സംസാരിച്ചിട്ട് വരാം. ഈ സച്ചേട്ടൻ, ഞാനും കൂടെ വരട്ടെ സച്ചേട്ടൻ്റെ കൂടെ? ഓ, എന്റെ പൊന്നെ, ചതിക്കല്ലേ. നീ ഇവിടെ ഇരിക്ക, നീ അങ്ങോട്ടേക്ക് വരണ്ട. ഈ അടിയൻ അവിടെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം. ദേ, ആ വണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാ പറഞ്ഞത്. ദേ, ഭവതി ഇവിടെ ഇരുന്നാട്ടെ, ഞാൻ പോയി ഐനെ കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ് നമ്മുടെ രേവതിനെ കൂട്ടാതെ സച്ചി അകത്തേക്ക് കയറി പോകണം. കാരണം രേവതിനെ കൂട്ട് കഴിഞ്ഞിട്ടുണ്ട്, രേവതിയുടെ ബാക്കിയകത്ത് നിന്ന് എന്തെങ്കിലും മണ്ടത്തരം വീടുമെന്ന് അറിയാം. അപ്പൊ സച്ചി അകത്തേക്ക് കയറി പോയിട്ട് വേറൊരു പോലീസുകാരനോട് പറഞ്ഞു, അത് പിന്നെ കുറെ സമയമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുക, ഞാൻ സാറിനെ ഒന്ന് ബുക്ക് കയറി കണ്ടോട്ടെ. അത് പിന്നെ വേറൊരു കേസ് നടന്നുകൊണ്ടിരിക്കുക, ഇപ്പൊ തൽക്കാലം കാണാനായിട്ട് പറ്റില്ലെന്ന് ആ കോൺസ്റ്റബിൾ അങ്ങാണ്ടാന്ന് തോന്നുന്നു, പുള്ളിക്കാരൻ പറഞ്ഞിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് സച്ചിനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് സച്ചി കാല് പിടിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കണ്ടോട്ടെ, കുറെ സമയമായില്ലേ, വണ്ടി നിറയെ പൂക്കളാണ്, അത് വേസ്റ്റ് ആയി പോകും, വണ്ടി തരാൻ ഇനി വൈകിട്ടുണ്ടെങ്കിൽ ഇത് വാടിപ്പോവില്ലേ. കഞ്ചാവ് വിൽപ്പനക്കാരെ വണ്ടിയോടെ പൊക്കാറുണ്ട് കേട്ടോ. നീ പറയുന്നത് പോലെ ആണെങ്കിലേ ആ കഞ്ചാവ് വാങ്ങി ഞങ്ങള് തന്നെ വലിക്കേണ്ടി വരുമല്ലോ. ഓഹോ, അത് പിന്നെ കഞ്ചാവ് പോലെ അല്ലല്ലോ സാറേ, പൂവല്ലേ, പൂമാല മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ. അത് മാത്രമല്ല, ഈ പൂമാല മേടിച്ചിട്ടല്ലേ ഈ ചുമരിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് മഹാന്മാരുടെയൊക്കെ മുമ്പില്. നീയാള് കൊള്ളാലോ. അത് പിന്നെ സാറ്, ഞാൻ സാറിനെ ഒന്ന് കണ്ടോട്ടെ. നിന്നോടല്ലേടാ പറഞ്ഞത് ഇപ്പൊ കാണാൻ പറ്റത്തില്ലെന്ന്. ഇപ്പൊ സാറ് വേറൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എന്തോ സംസാരിച്ചോണ്ടിരിക്കുക, അതിനിടയിൽ നീ കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വെറുതെ ദേഷ്യപ്പെടുകയുള്ളൂ. പിന്നെ നിന്റെ വണ്ടി മേടിക്കാന് അങ്ങ് കോടതി പോകേണ്ടി വരും. ആ കക്ഷി ഇറങ്ങുന്നവരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചത് പോരാ, എന്നിട്ട് വെറുതെ ചുളുവിന് വണ്ടി കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുവോ? അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വണ്ടി തന്നു വിടും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിനെ വെളിയിലേക്ക് ഇറക്കി വിടാണ്. സച്ചി വീണ്ടും വെളിയിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി ചോദിക്കുക, സച്ചേട്ടാ എന്താ ഈ സച്ചേട്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, നടക്കില്ല രേവതി, ഏതായാലും നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ, ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞപ്പം രേവതി പിന്നെ ഒന്നും മിണ്ടിയില്ല കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് സുധീനെയും ശ്രുതീനെയാണ്. അപ്പൊ നീലിമയും വക്കീലും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് അകത്തേക്ക് കയറി വരിക. അപ്പൊ അകത്തേക്ക് കയറി വന്നപ്പോ ചോദിച്ചു, അല്ല എന്തായി കാര്യങ്ങളൊക്കെ, അല്ല തീരുമാനം എന്തായി അത് പറ. അത് പിന്നെ 50 ലക്ഷം രൂപ നീലിമ മേഡം ശ്രുതിക്ക് കൊടുക്കാന്ന് സമ്മതിച്ചു എന്ന്. ഇത് കേട്ടത് നമ്മുടെ ശ്രുതിക്ക് സ്വർഗം കിട്ടുന്ന പോലെ ആയില്ലേ. ശ്രുതിക്കും ഭയങ്കര സന്തോഷം. അപ്പോഴത്തേക്ക് നമ്മുടെ പറഞ്ഞു, വെരി ഗുഡ്. അല്ല, അതിനൊരു ടൈം വെച്ചിട്ടുണ്ടോ നിങ്ങൾ, അതോ ഇപ്പൊ കൊടുക്കുകയാണോ? അത് പിന്നെ അതിന് ഒരു ടൈം കൊടുക്കണം. ഇന്ന് പണം കയ്യിൽ ഉണ്ടാവില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പം അതൊന്നും പറ്റത്തൊന്നുമില്ല, ഇന്ന് തന്നെ പണം തന്ന് സെറ്റിൽ ചെയ്യണം, ഞാനൊരു 2 മാസം കഴിഞ്ഞ് തരാം, അല്ലാതെ എന്റെ കയ്യിൽ ഇന്ന് പൈസ ഇല്ല, അത്രയും പൈസ പ്രത്യേകം കാണത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അല്ല നീ മേടിച്ച ആ ഒരു സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടത്താനല്ലേ വന്നത്, അപ്പൊ നിന്റെ കയ്യിൽ ക്യാഷ് കാണാതിരിക്കത്തില്ലല്ലോ, ഒരു സ്ഥലം മേടിക്കുമ്പം രജിസ്ട്രേഷൻ നടത്തണമല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, വെറുതെ നമ്പർ ഇറക്കരുത് നീലിമ, ക്യാഷ് തന്നേ. ക്യാഷ് ഇപ്പൊ തന്നില്ലെങ്കിൽ ഞങ്ങൾ കേസ് ഫയൽ ചെയ്യുവേ സാറേ, ക്യാഷ് തന്നെങ്കിൽ കേസ് ഫയൽ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ ഐയും പറഞ്ഞു, ക്യാഷ് തന്നില്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യേണ്ടി വരും. അപ്പൊ വക്കീൽ പറഞ്ഞു, 50 ലക്ഷം രൂപ മേഡം ഇപ്പൊ തന്നെ സെറ്റിൽ ചെയ്യും, നിങ്ങൾ മേഡത്തിന് കൊടുത്ത പരാതി ഇപ്പൊ തന്നെ പിൻവലിക്കണമെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, 50 ലക്ഷം രൂപ പോരാ, ക്യാഷ് കൈക്കലാക്കിയിട്ട് മാസങ്ങളായില്ലേ, 3 ലക്ഷം രൂപ അതിന്റെ പലിശയായിട്ടും കൂടെ തരണം. അങ്ങനെ 53 ലക്ഷം രൂപ എന്റെ കയ്യിൽ തരുവാണ്, ഓക്കെ, നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. അപ്പൊ നീലു പറഞ്ഞു, അത് എവിടെ തന്നെയായോ, അതൊന്നും കൊടുക്കാൻ പറ്റില്ല സാറേ, അതൊന്നും ഞാൻ തരില്ല. അപ്പോഴത്തേക്ക് ഐ പറഞ്ഞു, അത് ന്യായമായ കാര്യം തന്നെയാ ഇപ്പൊ ഈ ശ്രുതി പറഞ്ഞത്, അത് അന്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് 53 ലക്ഷം രൂപ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ വക്കീൽ പറഞ്ഞു, ശരി സാർ, ഈ എമൗണ്ട് നമുക്ക് ഫിക്സ് ചെയ്യാം, 53 ലക്ഷമെങ്കിൽ 53 ലക്ഷം രൂപ. ഇദ്ദേഹം പരാതി പിൻവലിക്കണം, ഇതിന്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ കേസ് അവസാനിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ നീലിമയുടെ ചങ്ക് പൊട്ടാണ് കേട്ടോ, 53 ലക്ഷം രൂപയല്ലേ പോകുന്നത്. ഏതായാലും ഐ അവിടെ ഉള്ള ഒരു കോൺസ്റ്റബിൾ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, ഇവരുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഫയലുകളും എടുത്തിട്ട് വാ, എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോഴത്തേക്ക് ആ പോലീസുകാര് തിരിച്ചു പോയി ഫയൽ എടുക്കാനായിട്ട്. ഈ സമയത്ത് ശ്രുതിക്ക് ഭയങ്കര സന്തോഷം, ശ്രുതിയെ നോക്കിയിട്ട് കരയുവാണോ ചിരിക്കുവാണോ എന്നറിയത്തില്ല, അതുപോലെ സന്തോഷം ഉണ്ട് കേട്ടോ നമ്മുടെ ശ്രുതിക്ക്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഈ 53 ലക്ഷം രൂപ 50 ലക്ഷം രൂപ തിരിച്ചു കിട്ടുമെന്ന്. അതിന്റെ കൂടെ
എക്സ്ട്രാ 3 ലക്ഷവും കൂടെ തിരിച്ചു കിട്ടാൻ പോവല്ലേ, പിന്നെ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഈ സമയത്ത് വീണ്ടും കാണിക്കുന്ന നമ്മുടെ രേവതിനെയും സച്ചിനെയാണ്. രേവതി സച്ചി സമയം കളയാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് നോക്കുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ആലോചിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർക്ക് ആ ഒരു വണ്ടി കിട്ടിയിട്ട് വേണം ഇവിടുന്ന് പോകാനും പൂവിക്കാനും അതുപോലെ സച്ചിക്ക് ഓട്ടത്തിന് പോകാനും ഒക്കെ. അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് അവരെയും കൂടെ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുധീനെയും ശ്രുതിനെയും നീലിമേനെയും വക്കീലിനെയും SIനെയും തന്നെയാണ്. അങ്ങനെ അവര് കേസെല്ലാം ഒതുക്കി തീർക്കാൻ വേണ്ടി എല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇവർക്ക് എഴുതി ഒപ്പിടുകയൊക്കെ ചെയ്യണമല്ലോ. കാരണം വേറെ ഒന്നും അല്ല, ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ഒരു കേസ് ഉണ്ടാകാൻ പാടില്ല. 53 ലക്ഷം രൂപ കൊടുത്ത് കേസ് ഒതുക്കി തീർത്തു, ഇനി പ്രശ്നമില്ല എന്ന് സുധി ഒരു കേസല്ല സുധി ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിടുകയൊക്കെ വേണം, സാക്ഷികളും ഒക്കെ വേണം. അപ്പൊ അതിനുള്ള ആ ഒരു ഇതാണ് പിന്നെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ SI പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, ഇതിന്റെ അടിയിൽ പേരെഴുതി ഒപ്പിടാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുധി എഴുതിയതിന്റെ അടിയിലെ പേരെഴുതി ഒപ്പിട്ടു. അപ്പോഴത്തേക്കുമാണ് SI പറഞ്ഞത് അത് പിന്നെ ഒരു സാക്ഷിയും കൂടെ വേണമെന്ന്. അപ്പം വക്കീല് പറ്റത്തില്ല കേട്ടോ, വക്കീലിനെ കൊണ്ട് ഒപ്പിടാൻ പറ്റത്തില്ല, വേറൊരു സാക്ഷിയും കൂടെ വേണമെന്ന് ഇങ്ങനെ നീലിമയോട് പറയാണ്. അപ്പൊ നീലിമ പറഞ്ഞു, അത് പിന്നെ സാറേ സാക്ഷി എന്ന് പറയാനായിട്ട് ഇപ്പം എനിക്ക് പരിചയമുള്ള ആരും ഇവിടെ ഇല്ല സാർ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ നീലിമയും ശ്രുതിയും സുധിയും കൂടി നീലിമേനെ നോക്കുകയും ഒരു പുച്ഛ മനോഭാവത്തോടു കൂടി നോക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നീലിമ പറയുന്നുണ്ട്, നീയൊക്കെ നോക്കിക്കോടി, ഈ പൈസയും കൊണ്ട് ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല, ഇതിന് എന്റെ കണ്ണീരിന്റെ വിലയുണ്ടെന്ന് പറയുമ്പോൾ അതെങ്ങനെയാ ശരിയാവുന്നത്? സുധിയുടെ പൈസ തട്ടിയെടുത്തിട്ട് നിങ്ങളുടെ കണ്ണീരിന്റെ വിലയുണ്ടെന്ന് പറഞ്ഞാലേ അത് ഒരിക്കലും ഞാൻ സമ്മതിച്ചു തരില്ല. പിന്നെ നിങ്ങളുടെ ഈ പ്രാക്കൊന്നും ഏശാനും പോകുന്നില്ല. ഞാന് എന്റെ സുധിയുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ആ പൈസ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാക്ക് ഇതിനെ ഏക്കത്തില്ല. ഞങ്ങൾ ഒരിക്കലും കള്ളത്തരം കാണിച്ചിട്ടില്ല. എന്റെ സുധിയുടെ കയ്യിൽ നിന്ന് എടുത്ത 50 ലക്ഷം രൂപ അത് ഞങ്ങൾക്ക് പലിശ സഹിതം കൂട്ടി തിരിച്ചു തരുന്നു. ഇനി നോക്കിയോ, ഇനി നിങ്ങളുടെ ബിസിനസ് ചിലപ്പോൾ വെച്ചടി കയറുമായിരിക്കും. കാരണം ഇനി ഇപ്പൊ ആരുടെയും പ്രാക്ക് ഇതിലില്ലല്ലോ. അല്ലെങ്കിൽ സുധിയുടെ കുടുംബത്തിന്റെ ഒക്കെ പ്രാക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനി ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടേക്കും, അത് ഞാൻ പറയാം. പക്ഷെ നിങ്ങൾ പ്രാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏക്കാനൊന്നും പോകുന്നില്ല സുധി എന്നല്ല നീലിമേ, ഓലപ്പാപ്പിനെ കാണിച്ച് ഇങ്ങനെ പേടിപ്പിക്കരുത്. നിനക്ക് മനസ്സിലായി കാണുമല്ലോ ഇതിനിടയിൽ ഞാൻ ആരാണ് എന്താണെന്നൊക്കെ. നിനക്ക് തോൽപ്പിക്കാൻ കഴിയായിരിക്കും പലരെയും, പക്ഷെ ഈ ശ്രുതിനെ തോൽപ്പിക്കണമെങ്കിൽ ഇച്ചിരി പെടാപ്പാട് നിപ്പെടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ചെറിയൊരു വാക്ക് തർക്കമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ വക്കീൽ പറഞ്ഞ് നിർത്ത് നിങ്ങൾ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കണ്ട, നീലിമമ്മയുടെ എളുപ്പം പോയി ചെന്നിട്ട് ഒപ്പിടാനുള്ള സാക്ഷിനെ ഒപ്പിക്കാൻ പറയാണ്. അങ്ങനെ നീലിമയും നമ്മുടെ വക്കീലും കൂടെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലോ. അതിൽ ഈ സമയത്ത് നമ്മുടെ സച്ചി ഒരു പോലീസുകാരനോട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ നീലിമ കാണുകയാണ്. അപ്പൊ നീലിമേനെ സച്ചിയും കണ്ടു. അപ്പം സച്ചി ഓടി ചെന്നിട്ട് ഇതെന്താ മേഡം ഇവിടെ, മേഡത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ആ പോലീസുകാരൻ ചോദിച്ചു, അല്ല സച്ചി നിങ്ങൾക്ക് തമ്മിൽ എന്താ പരിചയം? അത് പിന്നെ എന്റെ കാറിൽ കയറിയിരുന്നു, എന്റെ കസ്റ്റമർ, ആ പരിചയമുണ്ട്. അല്ല മേഡം എന്താ ഇവിടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ചോദിച്ചല്ലോ, മേഡം ഒന്നും പറഞ്ഞില്ലല്ലോ. അത് പിന്നെ സച്ചി ചെറിയൊരു വിഷയമുണ്ട്. അല്ല സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട വല്ല വിഷയമാണോ? അപ്പോഴത്തേക്ക് നമ്മുടെ നീലിമ മനസ്സിൽ വിചാരിക്കുകയാണ്, ആ ശരി അതങ്ങ് പറഞ്ഞേക്കാം, എങ്കിൽ പിന്നെ ഒരു സാക്ഷിനെയും കിട്ടൂലോ. അപ്പോഴത്തേക്കും നീലിമ പറഞ്ഞു, അത് പിന്നെ സച്ചി പറയുന്നത് ശരിയാണ്. പിന്നെ ഈ പ്രശ്നം ഇച്ചിരി രൂക്ഷമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കാനഡയിലേക്ക് പോകാൻ പറ്റില്ല, സാക്ഷികളായിട്ട് ആരെങ്കിലും വേണം. അപ്പൊ ആ പോലീസുകാരനും പറയാണ്, അതെ സാക്ഷികളായിട്ട് ആരെങ്കിലും വേണം, ഒരു കാര്യം ചെയ്യാൻ സച്ചി ഒന്ന് ഒപ്പിട്ട് കൊടുക്കാൻ പറയാം. അപ്പൊ നീലിമ പറഞ്ഞു, സച്ചി എനിക്കിവിടെ വേറെ ആരെയും പരിചയമില്ല, എനിക്കൊന്ന് പെട്ടെന്ന് കാനഡയ്ക്ക് പോകുകയും വേണം, അപ്പൊ അതുകൊണ്ട് ഒന്ന് സൈൻ ചെയ്ത് തരുമോ സച്ചി, സാക്ഷിയായിട്ട് പ്ലീസ് സച്ചി, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ് സച്ചി, എനിക്കിപ്പോ പരിചയമുള്ള ആരുമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി, അത് പിന്നെ മേഡം ഞാൻ എങ്ങനെയാ ഈ എന്താണ് ഏതാണെന്നൊക്കെ അറിയാതെ സൈൻ ചെയ്യുന്നത്, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലോ? അപ്പോഴത്തേക്ക് നമ്മുടെ അവിടെ നിന്ന് പോലീസുകാരൻ പറഞ്ഞു, ഒരു പ്രശ്നമില്ല, ഇത് ഒത്തുതീർപ്പാക്കിയ കേസാ, ഒപ്പിടുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല, സാക്ഷിയാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നില്ല. എന്തിനാ സച്ചി പേടിക്കാൻ പോകുന്നത്? ഒരു സാക്ഷിയുടെ ഒപ്പല്ലേ ഇടാൻ പോകുന്നത്, അതിനെന്തിനാ പേടിക്കുന്നത്? ഒരു ഒപ്പിട്ടങ്ങ് കൊടുക്കാൻ പറയാണ്. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ഇടണോ വേണ്ടയോ എന്നൊക്കെ ഒരു ചിന്തയാണ്. അപ്പൊ ആ പോലീസുകാരൻ വീണ്ടും പറഞ്ഞു, ഇവിടെ വരുന്ന എത്രയോ പേര് ഇങ്ങനെ ഒപ്പിട്ട് ചിലരെയൊക്കെ സഹായിക്കുന്നുണ്ട്. ഞാനല്ലേ സച്ചി പറയുന്നത്, ഞാനൊരു പോലീസുകാരനല്ലേ, എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യങ്ങളുണ്ടോ? ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, നീ അങ്ങ് ഒപ്പിട്ട് കൊടുക്ക് സച്ചി, നീ ഒപ്പിട്ടാല് ഇവക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോകാനും പറ്റും. പിന്നെ ഒരു കാര്യം പറയാം, ഇവരിവിടുന്ന് പോയാൽ നിനക്ക് SI സാറിനെ കണ്ടിട്ട് നിങ്ങളുടെ വണ്ടിയും മേടിക്കാൻ പറ്റും. അപ്പം ഇവരുടെ കേസാണോ സാർ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്? അതെ ഇവരുടെ കേസ് തന്നെയാണ്. അതും കൊണ്ട് ഒരു കാര്യം ചെയ്യാ സച്ചി, നീ പേരെഴുതി ഇതിലൊന്ന് ഒപ്പിട്, സിമ്പിൾ അല്ലേ, അതിനിപ്പോ എന്താ പ്രശ്നം, പേടിക്കാനൊന്നുമില്ല, പറഞ്ഞല്ലോ, അല്ലെ കൊലക്കുറ്റമൊന്നും അല്ലല്ലോ,
ഒപ്പിട് സച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി ആ ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുക. സച്ചിക്ക് അറിയില്ലല്ലോ തന്റെ ചേട്ടന്റെയും ചേടത്തിയുടെയും പ്രശ്നമാണ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛന്റെ പ്രശ്നമാണ്. അച്ഛന്റെ 50 ലക്ഷം രൂപ തട്ടിക്കൊണ്ട് പോയി നമ്മുടെ നീലിമയാണ് എന്നൊന്നും നമ്മുടെ സച്ചി അറിയുന്നില്ല. ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ സച്ചി ഒപ്പിട്ട് കൊടുക്കുന്നത്. അങ്ങനെ സച്ചി ഒപ്പിട്ട് കൊടുത്തു കേട്ടോ ആ ഒരു പേപ്പറിൽ. അങ്ങനെ ആ പേപ്പേഴ്സ് ഒക്കെ എസ് ഐയുടെ കൊണ്ട് കൊടുത്തു. എസ് ഐ അപ്പൊ പറയാണ്, ഏതായാലും ഇതോടുകൂടി നിങ്ങളുടെ പ്രശ്നം അവസാനിച്ചു. ഇനി ഇതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നിങ്ങൾ പൊക്കോ എന്ന് ശ്രുതിയോടും പറയാണ്. ഏതായാലും നമ്മുടെ ശ്രുതിക്കും സമാധാനമായി. ഇനിയിപ്പൊ നീലിമയ്ക്ക് കാനഡയ്ക്കും പോകാം. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ ശ്രുതി പറയാണ്, ഇനി ഇതുപോലെ സ്നേഹം നടിച്ചേ ആരെയും ചതിക്കില്ലെന്ന് ഇവളോടൊന്ന് പറയണം. അതുപോലെ ഇവളെന്നെ സ്നേഹം നടിച്ച് ചതിച്ചത് നമ്മൾ ജീവനെ പോലെ കാണുന്ന ഒരാള് ചതിച്ചു എന്ന് മനസ്സിലാകുമ്പം അതുണ്ടാക്കുന്ന പെയിൻ എത്രത്തോളം ആണെന്ന് പറഞ്ഞാലേ അത് ഇവക്ക് മനസ്സിലാവില്ല. അത് എത്രത്തോളം ആണെന്ന് ഞാൻ അനുഭവിച്ചതാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇനി അതിനെക്കുറിച്ചുള്ള സംസാരം ഒന്നും വേണ്ട, എല്ലാം കോംപ്രമൈസ് ആയില്ലേ, ഇറങ്ങിപ്പോക്കോ 2 കൂട്ടരും ഇറങ്ങിപ്പോക്കോ, ഇനി ഇപ്പൊ ഈ പ്രശ്നം ഊതിപ്പെരിപ്പിക്കാൻ ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞു. ഏതായാലും അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു താങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയും പോകുന്നു. നീലിമയുടെ വക്കീലും പോകുന്നു. ഈ സമയത്ത് നമ്മുടെ നീലിമ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും വീണ്ടും ശ്രുതിയോട് പറയാ, ഒന്ന് നിന്നേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതി അവിടെ നിന്ന് കേട്ടോ. എന്നിട്ട് നീലിമ പറഞ്ഞു, ദേ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചു, എല്ലാം മറന്ന് ഞാൻ ആ വഴിയെ പോകുന്നെന്ന് നിങ്ങൾ കരുതണ്ട. ഒരിക്കലും ഈ നീലിമ ഇത് മറക്കില്ല. കുറിച്ചു വെച്ചോ, ഒരു നാള് ഞാൻ ഇതിന് മറുപടി തന്നിരിക്കും, നോക്കിക്കോ. ഈ നീലിമേനെ കുറിച്ച് അറിയില്ല. അപ്പൊ ശ്രുതി പറഞ്ഞു, പേടിപ്പിക്കുവാണോ? നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്യടി, നീ പറ്റുന്നതിൽ മാക്സിമം ചെയ്തോ. ഈ ശ്രുതിയോട് കളിക്കാൻ നിൽക്കരുതേ. ഈ ശ്രുതി ആരാണെന്ന് നിനക്കറിയില്ല, പോടി എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ നീലിമേനെ കളിയാക്കി അങ്ങ് വിടുകയാണ്. ശ്രുതിയുടെ മുമ്പിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും തോക്കാൻ പറ്റത്തില്ല. വാക്ചാതുര്യം കൊണ്ടാണെങ്കിലും എന്താ പറയാ, ബുദ്ധി കൊണ്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും നമ്മുടെ ശ്രുതി അവിടെ ജയിച്ചിരിക്കും. മഹാകള്ളിയാണല്ലോ നമ്മുടെ ശ്രുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിയുടെ ജീവിതം തന്നെ ഇങ്ങനെ കള്ളത്തരത്തിലൂടെ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ശ്രുതിക്കാണോ കള്ളത്തരം പറയാനും കൗശലവും ഒക്കെ കാണിക്കാൻ അറിയാത്തത്. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് കേട്ടോ, അതായത് നമ്മുടെ ശ്രുതിയും ജയിച്ചു നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും വണ്ടി ഇതുവരെ സ്പോട്ടിൽ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ ആ കഥയൊക്കെ ഇനിയിപ്പം നമ്മൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പോകുമായിരിക്കും. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷവുമായി പെട്ടെന്ന് കാണാം. നയനിയുടെയും ആദർശിന്റെയും കഥയാണ് കേട്ടോ. അപ്പോൾ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.